ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫാദർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ശരിക്കും അത് ചെയ്ത് തീർക്കാൻ പറ്റിയതിൻ്റെ ഒരു സംതൃപ്തിയിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അത് ചെയ്ത് തീർക്കാൻ പറ്റും ഇന്നത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന കാര്യമായിരിക്കാം. ഇത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ആയിരിക്കണം, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അപ്പോൾ അതിൻ്റെ ശരിക്കും പെൻഡിങ്ങിൽ വെച്ച കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് നടക്കാതിരുന്ന പറഞ്ഞ് മാറ്റി വെച്ച കാര്യമായിരിക്കും, നടക്കാത്ത കാര്യമായിരിക്കാം. പക്ഷെ ഇന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് കാണുന്നത്. ടെമ്പറൻസ് ആണ്. ഇതൊരു നിങ്ങൾ ആഗ്രഹിക്കാത്ത എവിടെയോ ചെന്ന് വിട്ട പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അറിയാതെ നമ്മൾ ഒന്നും തന്നെ അറിയാതെ മറ്റുള്ളവർ നമ്മളെ ബ്ലെയിം ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ തെറ്റാക്കി പറഞ്ഞ ഒരു ഇതിൽ അത് നിങ്ങൾ ഓർത്തോർത്ത് വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ നിങ്ങളുടെ ഈ കണ്ണുനീരെന്ന് പറയുന്നത് അതൊരു തീ പോലെയാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആ കണ്ണുനീര് ഇതുണ്ടാക്കിയ ഈ ഒരു കണ്ണുനീരിന് കാരണമായ ആ ആൾക്കാർക്ക് അത് തീ പോലെയാണ് വരാൻ പോണതെന്നുള്ളതാണ്. അത് ഒരു മുന്നറിയിപ്പ് പോലെ. അപ്പം നിങ്ങൾ അധികം കരയാതെയും വിളിക്കാതെയൊക്കെ ഇരിക്കുക. കാരണം അത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ച ആൾ തന്നെ ആയിരിക്കാം. പക്ഷെ അവർക്ക് ചിലപ്പോൾ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കണം. എന്നാൽ പോലും അത്രയും വലിയൊരു കാര്യം ചിലപ്പോൾ അവർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് പിന്നെ ഇതൊരു കർമ്മയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പാസ്റ്റിൽ അങ്ങോട്ട് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വിഷമമാണെന്നുള്ളതാണ്. കണ്ണുനീരല്ല അതിൽ. ഇപ്പോൾ തീയാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, നിങ്ങളുടെ കണ്ണുനീര് ൻ്റെ ഒരു ഫലം എന്ന് പറയുമ്പോൾ അത് കണ്ണുനീര് ദഹിപ്പിച്ച് കളയും എന്നുള്ളതാണ്. മറ്റുള്ളവരെ ദഹിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എന്നാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഫുള്ളി ഒരു കാർമിക് ആയിട്ടുള്ള ഒരു ടൈ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് തീരുമ്പം ഒന്ന് തീർന്നൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ അടുത്തൊരു പ്രശ്നം തുടങ്ങും. വീണ്ടും അതൊന്ന് തീരുന്നതിന് മുന്നേ അടുത്ത പ്രശ്നം തുടങ്ങും. അപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കത് അതിന്ന് മറികടന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരുടെ എനർജി, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പം അതിൻ്റെ വിഷമം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് ഒരു ഫാദർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിൽ ഇരിക്കുന്നത്. ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആൾക്കാർക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കർമ്മഫലങ്ങൾ മാറ്റാൻ പ്രാർത്ഥന വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളതങ്ങനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും.
സ്റ്റാറാണ്. അപ്പോൾ ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ വേദനയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളൊരു സ്റ്റാർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ പ്രകാശിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ആ സോളിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രഭ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഇത്രയും വേദന നിങ്ങൾക്ക് വന്നത്, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത് എന്തിനാണ്, ദ്രോഹിച്ചത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം. മാത്രമല്ല ആ വേദന തന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ പൂർണ്ണമായും ഫോർഗീവ്നെസ് കൊടുക്കാൻ പറ്റിയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ പെട്ടെന്നൊന്നും അത് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ, നമ്മളെ ദ്രോഹിച്ച വ്യക്തികളെ, തെറ്റ് ചെയ്യാതെ വ്യക്തികളെ എപ്പോഴും നമുക്ക് അതൊരു വേദനിക്കുന്ന ഓർമ്മ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. നമ്മളെ പൈസ പറ്റിച്ചതോ അല്ലെങ്കിൽ പ്രണയത്തിൽ പറ്റിച്ചതോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് നിന്ന് നമ്മളെ ഏറ്റവും വലിയ ദ്രോഹം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫായിട്ട് നിന്ന് ഏറ്റവും വലിയ ദ്രോഹം ഉണ്ടാക്കിയതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്നത് തീ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അത് പെട്ടെന്നൊന്നും നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കി കളഞ്ഞ ആൾക്കാരായിരിക്കണം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല. എന്നാലും നമ്മളതൊന്ന് ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വേദന തന്നു, അത് നമ്മൾ ആ ഒരു സമയം അനുഭവിക്കേണ്ടത് ആ ഒരു വ്യക്തിയിലൂടെ നമുക്കത് കിട്ടി. പക്ഷേ നമ്മളത് ഹീൽ ചെയ്ത് ആ മുറിവെല്ലാം ഉണക്കി, അങ്ങനെ ഉണക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആകണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങൾ പാട്ട് പാടാൻ പറ്റുന്നവരൊക്കെ പാട്ട് പാടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിവുകളാണോ ഉള്ളത് ആ കഴിവുകളെല്ലാം ഈ സമയം നിങ്ങൾക്കത് പുറത്തെടുക്കാൻ പറ്റുന്നൊരു അവസരമാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ പുറത്തെടുക്കുക. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം അത് ചെയ്യുക. കാരണം അതൊരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതൊന്നും എപ്പോഴും മനസ്സിലാക്കുക. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികൾ, നിങ്ങളെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച വ്യക്തികൾ, അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നു എന്ന് കൂടി പറയാട്ടോ ഇതിനകത്ത്. കാരണം നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ആലോചിച്ച് അവർ കരയുന്നുണ്ടായിരിക്കാം. ആ ഒരു കരച്ചിലെന്ന് പറയുന്നത് ചിലപ്പം നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറാൻ തക്കവണ്ണമുള്ളൊരു അനുഗ്രഹങ്ങളായിട്ട് വരാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ നയിച്ച ഏതെങ്കിലും വ്യക്തികൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ശരിക്കും സന്തോഷങ്ങൾ കാണാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ആൾറെഡി നിങ്ങൾക്ക് സന്തോഷങ്ങളുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചിന്തിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങൾക്കിത് കാണാൻ പറ്റാതെ നിങ്ങൾ അന്ധകാരത്തിലാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർ ദയവായിട്ട് നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് കോൺഫിഡൻസ് വരുത്താൻ ശ്രമിക്കുക. മദർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വളരെ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വളരെ നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കുന്നതായിരിക്കാം. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഇമോഷനൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൊണ്ടുപോവുകയും വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് കളയുകയൊക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെ വേണം എന്നാണ് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി, മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ വേസ്റ്റും കൂടെ കൊണ്ടുപോകണ്ട എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഡബിൾ കാർഡാണ്. ഇതിനകത്ത് കുറേ
അൺവാണ്ടഡ് എനർജി നിങ്ങളെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിലിരിക്കുമ്പോൾ പുറത്തുള്ള അങ്ങനെയുള്ള എനർജി എല്ലാം നിങ്ങളെ ചുറ്റും നിങ്ങളുടെ ചക്രകളിൽ അത് ബ്ലോക്ക് ഉണ്ടാക്കും. ഈ ഒരു ഇത് നിങ്ങളെ എന്തെങ്കിലും പ്രലോഭിപ്പിച്ച് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ വീണ്ടും എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനകൾക്കുള്ള ഫലം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. നമുക്ക് പറയാൻ ഒരാളുണ്ട്, നമുക്ക് കൈപിടിക്കാൻ ഒരാളുണ്ട്, എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു അത്രയും വലിയൊരു കോൺഫിഡൻസ് ആണ് പ്രാർത്ഥന തരുന്നത്. എപ്പോഴും അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർ പെട്ടുപോകും, ആകെ പെട്ടുപോകും. കാരണം നമുക്ക് പറയാൻ ഒരാളില്ല, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരാളില്ല. കാരണം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കുമെന്നാണല്ലോ. അപ്പൊ ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ മനുഷ്യനെ കൊണ്ടെല്ലാം പറ്റില്ല. അപ്പം നമ്മൾ മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഈ നശ്വരമായ ശരീരമുള്ള നമ്മളിൽ വളരെ വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കി നമ്മൾ ദൈവവിശ്വാസം ഇല്ലാതെ ഇരുന്ന് കഴിയുമ്പോൾ, നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ പെട്ടുപോകും. നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം. പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാം. കാരണം മനുഷ്യരിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരോടുള്ള ഒരു ഇതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് സുപ്രീം ഗോഡ് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളെ നയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. എൻ്റെ ഭഗവാനുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ദൈവമുണ്ട്, ദൈവം എന്നെ കൈപിടിച്ചോളും. എനിക്ക് എന്നെ ഒരുപാട് മോശം വഴികളിലൂടെ നടത്തൂല, അല്ലെങ്കിൽ എന്നെ നശിപ്പിച്ച് കളയൂല. അപ്പോൾ എന്നെ മറ്റൊരു ശക്തിക്കും ഇല്ലാതാക്കി കളയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നമുക്ക് കഠിനമായ ദൈവവിശ്വാസം വേണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് നെഗറ്റീവ് പെട്ടെന്ന് പിടിക്കൂട്ട. അങ്ങനെ ഒരു അത്രയും കുറവ് വിശ്വാസമുള്ള ആൾക്കാരിൽ പെട്ടെന്ന് പുറത്തുള്ള എല്ലാ നെഗറ്റീവും വരും. അപ്പം അങ്ങനെ കുറേ അൺവാണ്ടഡ് എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിശ്വാസമൊക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പാടെ നിങ്ങൾ ദൈവത്തെ വിട്ടുകളയും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു കാർമിക്കായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങളെ പിടിച്ചു വെച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കെട്ടി വെച്ചിരുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ആ ഒരു ടൈ കട്ട് ചെയ്ത് രണ്ടായിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് കാർമികമായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് വരും, അതിൽ നമ്മൾ പെട്ടുപോകും. അതിനകത്തുനിന്ന് നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല, അതിൽ നിന്നൊരു സന്തോഷം കിട്ടേയില്ല, അതിൽ വിഷമം മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒക്കെ ഒരു കാർമിക് ടൈ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്, ആ ഒരു വ്യക്തിയായിട്ടുള്ളൊരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പലരും കോട്ട് കട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ കോട്ട് കട്ട് ചെയ്യണമെന്നാണ് കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പെട്ടുപോയ ആൾക്കാർ, അതൊന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയുക. അപ്പോൾ കോട്ട് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു കാര്യം 2 കാര്യമൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പക്ഷേ യൂട്യൂബിലോ ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ ആവശ്യം പോലെയുള്ള കോട്ട് കട്ടിങ്സ് വരും. അപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എങ്ങനെയാണ് കോട്ട് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കോട്ട് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ എനർജിയെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. പുതിയ പ്രതീക്ഷകളാണ്. നിങ്ങളിപ്പോൾ ചെയ്യാൻ പോണ ഒരു കാര്യത്തിന് പൂവും ഇലകളും ഒക്കെ വന്നു എന്നുള്ളതാണ്. പൂവും മുട്ടും ഇലകളും ഒക്കെ വന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നിങ്ങൾ വളരെ ശോഭിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ ജോലിയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആകാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്.
ഒരു 8 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ ഈ സ്പൈഡറിനെ പോലെയാണെന്നാണ് കേട്ടോ. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് നിങ്ങളിന്ന് ജോലി ചെയ്യണം. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്നത്തെ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം സ്പൈഡറാണ് വന്നിട്ടുള്ളത്. സ്പൈഡർ എന്ന് വെച്ചാൽ അത്രയും ക്ഷമയോടെ വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു ജീവിയാണ്. പക്ഷേ അതിൻ്റെ അത് ഒരുപാട് സമയമെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കണ ആ ഒരു വല ഒറ്റൊരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജോലി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇത് സ്പൈഡർ ചെയ്യണത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്നത്തെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കും. കെയർലെസ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതെപ്പോഴും ഇന്നത്തെ ദിവസം നിങ്ങളുടെ വർക്കിന്റെ കാര്യം നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിക്കും റിവാർഡും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകളാണ് വരാൻ പോണതെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് സ്റ്റാർ ആകാൻ പറ്റും. മറ്റുള്ള ആൾക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കാണുന്നത്. അത് നിങ്ങളൊന്ന് ഒരു അല്പം വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഫലം കിട്ടും എന്നാണ് കാണുന്നത്. 10 ഓഫ് പെൻഡക്കിൾസ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമുണ്ട്. അത് ഇരട്ടിയിലധികം ഫലമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 10 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പം ധനധാന്യ സമൃദ്ധിയാണ്. ഇഷ്ടംപോലെ പൈസയാണ്. മാത്രമല്ല അത് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ബലം വളരെ പോസിറ്റീവാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ചില കാര്യങ്ങൾ ചെയ്താൽ ഒരു ദിവസവും ശരിയാവില്ല. പക്ഷെ ഇന്ന് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുമുള്ള പ്രോഫിറ്റും ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്നാണ്. 2 കാർഡ് കൂടി എടുക്കാം. ഇപ്പോൾ സൺ കാർഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ളി ഒരു സണ്ണിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരു വളരെ സന്തോഷവും പ്രത്യാശയും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. മൂണും വന്നിട്ടുണ്ട്. ഒരു ബാലൻസ് ആണ്. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ ഒരു ഇരുട്ടത്തിരുന്നിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വെളിച്ചം വരുന്നു എന്നുള്ളതാണ്. പിന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ വരുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ ശ്രമിക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും നോക്കാം. ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ്. ഒരു കാർഡും കൂടെ എടുക്കാം. 4th ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിട്ടുള്ളത്. ഇതിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വളരെ വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഉടനെ എൻ്റർ ചെയ്യും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള ഫലം അത് ആ ഒരു കാര്യം വിളവെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് 4th ചക്രയാണ്, ആർക്കേഞ്ചൽ റാഫേൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തണമെന്നാണ് കേട്ടോ. ആർക്കേഞ്ചൽ റാഫേൽ നമ്മൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു ഏഞ്ചലാണ്. നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തുക. പിന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളോട് എന്താണോ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സ്വയം സംസാരിക്കുക. അപ്പം നമ്മൾ വേറൊരാൾ നമ്മളോട് ഒരുപാട് സ്നേഹമാണെന്നാ ഒക്കെ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ പറയുക, എനിക്ക് ഒരുപാട് സ്നേഹമാണ്, എനിക്ക് എന്നെ ഒരുപാട് സ്നേഹമാണ്. അപ്പം നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന്. അതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കാനാണ് ആർക്കേഞ്ചൽ റാഫേൽ പറയുന്നത്. ഇത് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. പാസ്റ്റിലുള്ള ആ മുറിവുകൾ ഉള്ള ആൾക്കാർ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ മുറിവുകൾ നിങ്ങൾ ഉണക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചിലപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റില്ല ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നാൽ. അപ്പോൾ സെൽഫ് ടോക്ക് നടത്തുക, ഹീൽ ചെയ്യുക,
നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.